ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നാം പ്രഭാതവേളയിൽ ചിന്തിക്കാനായി തീരുമാനിച്ചിരിക്കുന്നതായ കാര്യം വെളിപാട് പുസ്തകത്തെ ആധാരമായിട്ടുള്ളതായ വിവരങ്ങളാണ്. നമുക്കറിയാമല്ലോ, വെളിപാട് പുസ്തകം എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ, അതായത് നമ്മൾ ആദ്യത്തെ വാക്യം വായിക്കുന്നത് യേശുവിൻ്റെ വെളിപാട് എന്നാണ്. അപ്പോൾ ഇത് യേശുവിൻ്റെ വെളിപാട് അല്ലെങ്കിൽ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണയായിട്ട് മനുഷ്യൻ്റെ ചിന്തയിൽ പലതരത്തിലുള്ളതായ കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് പല മൃഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതുപോലെയുള്ള ചില ഭയാനകരമായ ചില ചിന്തകളൊക്കെയും ഉണ്ട്. അപ്പോൾ അത് ചിലരെയൊക്കെയും അമ്പരപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയും കാണുമ്പോൾ പലർക്കും സംശയമാണ്. പക്ഷെങ്കിൽ ഈ വെളിപാട് പുസ്തകത്തിൽ വിവരിക്കുന്ന വിവരണം മുഴുവൻ തന്നെയും യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പേര് തന്നെ റെവലേഷൻ അല്ലെങ്കിൽ വെളിപാട്, മറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുക. ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്ന യേശുവിൻ്റെ വെളിപാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ വെളിപ്പെടുത്തി. അപ്പോൾ ഇതൊരു അതായത് മറഞ്ഞിരിക്കുന്നതായ കാര്യത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് വേറെ ചില ബൈബിളിലൊക്കെയും പറയുന്നത് വിശുദ്ധ യോഹന്നാനുള്ള വെളിപാട് എന്നിങ്ങനെ പറയാറുണ്ട്. പക്ഷേ എന്തായാലും വിഷയം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു ആകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ നമ്മൾ മൊത്തമായി പുസ്തകം അവലോകനം ചെയ്യുമ്പോൾ അവിടെ 1-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ ഒരു മഹാപുരോഹിതനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ നാം തുടർന്ന് 5-ാമത്തെ അധ്യായത്തിൽ യൂദയിലെ സിംഹം എന്ന് പറയാറുണ്ട്. ഇനി 6-ാമത്തെ അധ്യായത്തിൽ വെള്ളക്കുതിരയായിട്ട് ചിത്രീകരിക്കുന്നു. 12-ാമത്തെ അധ്യായത്തിൽ ഒരു ആൺകുട്ടിയായിട്ട് ചിത്രീകരിക്കുന്നു. 14-ാമത്തെ അധ്യായത്തിൽ മനുഷ്യപുത്രനെ കുറിച്ച് വിവരിക്കുകയാണ്. 19-ാമത്തെ അധ്യായത്തിൽ ദൈവവചനമായിട്ട് ചിത്രീകരിക്കുന്നു. അത് മാത്രമല്ല 20-ാമത്തെ അധ്യായത്തിൽ വെള്ള സിംഹാസനത്തിലെ ഒരു ന്യായാധിപനായിട്ട് കാണുന്നു. 22-ാമത്തെ അധ്യായത്തിൽ അതേ അൽഫയും ഒമേഗയും എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആകമാനമായി പരിശോധിക്കുകയാണെങ്കിൽ പൊതുവായി കാണുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. യേശു ക്രിസ്തു സാധാരണ സർവ്വവ്യാപി, സർവജ്ഞൻ, അങ്ങനെ ചില പദങ്ങൾ കൊണ്ടൊക്കെയും പറയാറുണ്ട്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിലെ സകല വ്യാപിയായിട്ട് കാണുന്നു. എന്നാൽ നമുക്ക് ചിന്തിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാരണം യേശു ക്രിസ്തുവിൻ്റെ മരണം ആർക്ക് വേണ്ടിയായിരുന്നു? എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ യേശുവിനെ അയച്ചു. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പം ഈ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, നമ്മെപ്പോലെ ജീവിച്ചു, അതേ താൻ പാടുപെട്ടു, മരിച്ചു. അപ്പോൾ അതായത് അതിന് ശേഷമാണല്ലോ ദൈവത്തിൻ്റെ സഭയുണ്ടായത്. അപ്പോൾ അതിനു മുൻപുള്ളതായ തൻ്റെ ജീവിത അനുഭവങ്ങൾ മാനവരാശിക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു എന്നുള്ളതാണ് സാക്ഷീകരിക്കുന്നത്. അപ്പോൾ ഈ വെളിപാട്, ഈ യേശുവിനെ കുറിക്കുന്നതായ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ കണിശമായിട്ടും നമ്മുടെ ചിന്ത, അതായത് യേശുവിനെ പൂർണ്ണമായിട്ട് കേന്ദ്രീകരിക്കണം. ഇനി നാം ആകമാനമായി ബൈബിൾ ഉടനീളം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ഉദാഹരണമായിട്ട് ആദ്യ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ വന്ന് പിശാചിൻ്റെ തല തകർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 3 പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ തുടർന്ന് നമ്മൾ മറ്റെല്ലാ പുസ്തകങ്ങളിലും യേശു ചിത്രീകരിക്കുന്നത്, അതായത് ഒരു വീണ്ടെടുപ്പുകാരൻ വരുന്നു, അല്ലെങ്കിൽ ഒരാൾ ഡെലിവറർ വരുന്നു, വിടുതലിന് വേണ്ടി ആൾ വരുന്നു. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചിത്രീകരണങ്ങൾ ഇതൊക്കെയും കാണുവാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഈ ചിന്തകൾ, അതായത് യേശുവാണ് ഈ സഭയിൽ, അതായത് വെളിപാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, നമുക്ക് ഇനി അതിൻ്റെ അപ്പുറമായിട്ട് നമ്മളെല്ലാവരും പ്രത്യാശിക്കുന്ന യേശുക്രിസ്തു വീണ്ടും വരാൻ പോകുന്നതാണ്. അതിനെക്കുറിച്ചും വെളിപാട് പുസ്തകം പറയുന്നുണ്ട്, ആമേൻ കർത്താവേ വേഗം വരയണമേ. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായ നമുക്ക് യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാകില്ല. നാം കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക, അതിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതായത് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് എന്തിനു വേണ്ടിയാണ് വരുന്നത്? അതായത് ഈ പ്രവചനങ്ങളുടെ ഒക്കെയും നിവൃത്തിയായിട്ട് നമുക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്നതായ നിത്യരായത്തിന് ഓഹരിക്കാരായി തീരുമാനിക്കണം. അതായത് 14 യോഹന്നാന്റെ സുവിശേഷം 14 പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവം ഒരു ഭവനം ഒരുക്കാൻ പോയിട്ടുണ്ട്. ആ ഭവനത്തിൽ നമ്മെ ഒരുക്കുമ്പോൾ അത് നമുക്കൊരു എന്താണ്, ഒരു ഉറപ്പാണ്. എന്തിനു വേണ്ടിയാ? ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായ നിത്യരായതിന് ഓഹരിക്കാരായി തീരുമാനിക്കണം. നമുക്ക് ചിലപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പരീക്ഷകളുണ്ടാകാം, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന പല സംഭവം ഉണ്ടായേക്കാം. ഇതിലൊക്കെയും നമ്മെ, അതായത് വിശ്വാസം നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്?
അതായത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നന്മകൾ പ്രാപിപ്പാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നതായ നാം അവരോട് എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് എന്താണ്? ഈ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ കൾമിനേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്ത്യം, അല്ലെങ്കിൽ അത് ഒരു പര്യാപ്തി ആയി ഈ വെളിപാട് പുസ്തകം നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. ആയതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുന്ന ഈ ഭാഗം നല്ലവണ്ണം വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഈ വർഷം മുഴുവനും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ധാരാളമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളിന്ന് പഠിച്ചതായ കാര്യങ്ങൾ അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാട് പുസ്തകത്തിൽ കാണിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ, പ്രത്യേകിച്ച് കർത്താവായ യേശു രണ്ടാമത് വരുമ്പോൾ അവിടുത്തെ പ്രത്യക്ഷതയിൽ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. അതിനായി ഞങ്ങളുടെ ഈ പഠനം മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ആദ്യ ദിവസം കാണുവാൻ തക്കവണ്ണം സഹായിച്ചു നന്ദിയോടെ സ്തോത്രം. അത് നിങ്ങൾ കർത്താവിൻ്റെ പരമായ ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം ഈ വർഷം ഞങ്ങളെ ഇടയാക്കി ഒരുക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നല്ല ദിവസം തന്നിരിക്കുകയാണ്. ദൈവം ധാരാളമായി അവൻ്റെ കൃപയാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.